നെല്ല് നട്ട് അരി ഉണ്ടാക്കിയിട്ട് ഓണ കിറ്റിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെവിടെയാണോ ഉള്ളത് നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അത് വാങ്ങും. മുനിസിപ്പൽ ആക്ടിനകത്ത് നിന്നുകൊണ്ടാണ് ഒരു മേയർ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ദീപക് 5 വർഷം ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പൊതുപ്രവർത്തകർ പ്രവർത്തിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഓണാഘോഷം നടന്നത്. അതായത് ഈ ഒരു ഓണാഘോഷം നടത്തിയത് മേയർ കെയർ പദ്ധതിയിലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ്. ഇതിനെതിരെ ഗുരുതരമായ ആരോപണവുമായി CPMന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ SP ദീപക് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്: വൻകിട വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളെ സമീപിച്ചുകൊണ്ട് വലിയ സമ്മാനങ്ങൾ വാങ്ങി മേയർ എന്നാണ്. ഇത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായ അധികാര ദുർവിനിയോഗമാണ് എന്നാണ് SP ദീപക് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് നഗരസഭാ മേയറായ VV രാജേഷ് തന്നെ. മേയർ കെയറിനെതിരെ ഗുരുതരമായ ആരോപണം SP ദീപക് നടത്തിയിരിക്കുന്നത്. അതായത് വലിയ സമ്മാനങ്ങൾ വാങ്ങിയിരിക്കുന്നു, മുതലാളിമാരുടെ അടുത്ത് നിന്നാണ് സമ്മാനം വാങ്ങിയത് പറയുന്നത്. പിന്നെ അരിയും പഞ്ചസാരയും ശർക്കരയും നെയ്യും ഒക്കെയാണ് കൊടുത്തത്. അതുള്ളവരെന്നല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കോർപ്പറേഷനിലിപ്പോൾ നെല്ല് നട്ട് അരി ഉണ്ടാക്കിയിട്ട് ഓണ കിറ്റിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെവിടെയാണോ ഉള്ളത് നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അത് വാങ്ങും. ദീപക് 5 വർഷം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിലെ മേയറും ഭരണസമിതി അംഗങ്ങളുമൊക്കെ തന്നെ ഓണാഘോഷിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ കോർപ്പറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന 4000 ജീവനക്കാരുണ്ട്, ശുചീകരണ തൊഴിലാളികളുണ്ട്, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഓണാഘോഷിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നു. മേയർക്ക് അങ്ങനെ വാങ്ങാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ലേ. അപ്പോൾ മുനിസിപ്പൽ ആക്ടിനകത്ത് നിന്നുകൊണ്ടാണ് ഒരു മേയർ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പൊതുപ്രവർത്തകർ പ്രവർത്തിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ദീപക് 5 വർഷം ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആരോപണം ഉയർന്നു വരാനുള്ള കാരണം എന്താണ് മനസ്സിലായി? അത് ഞാൻ BJP ആയതുകൊണ്ട് ഇപ്പോഴൊന്നും അല്ലല്ലോ. CPM സ്വാഭാവികമായിട്ട് ആരോപണങ്ങൾ ഉയർത്തും. അത് ദീപകിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദീപക് പറഞ്ഞതിനെ അങ്ങേയറ്റം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ കേട്ടത്. എന്തായാലും SP ദീപക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വിവിധ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ സമ്മാനങ്ങളും സംഭാവനകളും സ്വീകരിക്കുകയും ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റാൻ ജീവനക്കാർക്കും പൊതുസേവകരായ കൗൺസിലർമാർക്കും ഉൾപ്പെടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത് അധികാര ദുർവിനിയോഗമാണ് എന്നും SP ദീപക് പറഞ്ഞു വെക്കുന്നു. എന്നാൽ അതിനുള്ള മറുപടിയാണ് നിലവിലിപ്പോൾ മേയർ മറുനാടന് നൽകിയിരിക്കുന്നത്. അതായത് ഇതൊരു അധികാര ദുർവിനിയോഗമല്ല. ഒരു കൗൺസിലർക്കോ മേയർക്കോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെയുള്ള അതായത് മേയർ കെയർ പദ്ധതി പോലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് മേയർ VV രാജേഷ് നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.